നമസ്തേ. അവരെന്നെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ എന്നെ ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞു, അല്ലെങ്കിൽ എന്നെ ഉപയോഗിച്ചു, എന്നെ ദുരുപയോഗം ചെയ്തു. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആളുകൾ പലപ്പോഴും അവർ ചിന്തിക്കും, ഇങ്ങനെയുള്ള വിഷമസന്ധികൾ വരുന്ന സമയത്ത് ചില ആളുകളുമായിട്ട് നമ്മൾ ഇടപെട്ട് കഴിഞ്ഞ് ആ ബന്ധം ബ്രേക്കായി എന്ന് വിചാരിക്കുക. അപ്പോൾ ആ വ്യക്തി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ ബ്ലോക്ക് ചെയ്തു എന്നൊക്കെയുള്ളൊരു അവസരം വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നും, ഞാൻ തന്നെയാണല്ലോ തെറ്റ് ചെയ്തത് എന്നുള്ളത്. അതായത് ഞാൻ തന്നെയാണോ തെറ്റുകാരൻ തെറ്റുകാരി എന്ന് ചോദിപ്പിക്കുന്ന, നമ്മളെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും മാനിപ്പുലേറ്റേഴ്സ് ഇത്തരത്തിലുള്ള നിഷ്കളങ്ക ജീവികളായിട്ടുള്ള നല്ല മനസ്സുള്ള വ്യക്തികളെ കൊണ്ട് എത്തിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, എന്നെ ഉപയോഗിച്ചു അല്ലെങ്കിൽ ഉപദ്രവിച്ചു, ഇങ്ങനെയുള്ള പല ചിന്തകൾ അല്ലെങ്കിൽ പല അവസ്ഥകൾ വന്നു ചേരുന്ന ആർക്കാണ്? യഥാർത്ഥത്തിൽ ശുദ്ധഹൃദയമുള്ള വ്യക്തികൾക്കാണ് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെടുന്നത് നല്ല മനസ്സുള്ള വ്യക്തികളാണ്. അവരെ എപ്പോഴും ഇങ്ങനെ ഉപയോഗിക്കുന്നത് മാനിപ്പുലേറ്റേഴ്സാണ് എന്നുള്ളതാണ്. ഈ ഒരു കാര്യം നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നല്ല മനസ്സുള്ള വ്യക്തിയാണ്, നിങ്ങൾക്ക് ഒരുപാട് ഡാമേജ് ഉണ്ടായി, ഒരുപാട് മുറിവുകളുണ്ടായി, ഒരുപാട് വേദനകളുണ്ടായി. ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് അനുഭവിച്ചിട്ട് ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ തന്നെ നിലകൊള്ളേണ്ടതായിട്ട് വന്നതായിട്ടുള്ള അവസ്ഥകൾ, മുറിവേറ്റതുപോലെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒറ്റപ്പെട്ട അവസ്ഥയിൽ ജീവിതം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ചിലപ്പോൾ ഒക്കെ തോന്നും, ഒരു ഗിൽറ്റ് ഉള്ളിൽ ഫീൽ ചെയ്യും, കുറ്റബോധം. എൻ്റെ തന്നെ തെറ്റുകൾ കൊണ്ട്, പിഴവുകൾ കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ളത്. ഞാൻ പറയുന്നു, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മനസ്സിലേക്കുള്ള ഹീലിംഗ് അല്ലെങ്കിൽ സുഖപ്പെടുത്തലുകൾ പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ചില സത്യങ്ങളാണ് എൻ്റെ ഈ ശബ്ദത്തിലൂടെ പ്രപഞ്ചം നിങ്ങളിലേക്ക് ഇപ്പോൾ ഡെലിവർ ചെയ്യാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ നല്ല മനസ്സിനെ ആളുകൾ ദുരുപയോഗം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് നമുക്ക് നല്ല ക്ലാരിറ്റി കിട്ടും. എന്നെ എങ്ങനെ ദുരുപയോഗം ചെയ്തു, ഇപ്പോഴും എന്നെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, എനിക്കതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, ഭാവിയിൽ എൻ്റെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി എന്തൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും, അങ്ങനെ ചിന്തിക്കാനും നമ്മളെ ഈ കാര്യങ്ങൾ പ്രേരിപ്പിക്കുമെന്നുള്ളതാണ്. ഒന്നാമതായിട്ട് മാനിപ്പുലേറ്റേഴ്സ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നീ ഇല്ലാതെ ഈ പ്രശ്നം റിസോൾവ് ആകില്ല, അല്ലെങ്കിൽ നീയാണ് എൻ്റെ എല്ലാം, നീയാണ് എൻ്റെ രക്ഷകർത്താവ് എന്നുള്ള രീതിയിൽ നമ്മളിലേക്ക് ഒരു റോള് അസൈൻ ചെയ്യുമെന്നുള്ളതാണ്. അപ്പം നമ്മളെ ഒരാൾ വിശ്വസിക്കുന്നു, നമ്മളെ ഒരു കെയർ ടേക്കറായിട്ട് കാണുന്നു, നമ്മളൊരു പ്രൊട്ടക്ടറായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ഒരു സംരക്ഷകനോ സംരക്ഷകയോ ആയിട്ട് കാണുന്നു. ഒരു വ്യക്തി എന്ന് കാണുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും വിചാരിച്ചതായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇത്രയും സ്നേഹിക്കുകയും നമ്മളെ ഇത്രയും സ്ഥാനത്ത് നിർത്തുകയും ചെയ്യുന്ന ഈ വ്യക്തിനെ അവർ എന്നിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിക്കുമ്പോൾ ഞാനതായി തീരണ്ടേ, ഞാനത് കൊടുക്കണ്ടേ, അതിൽ പരം എന്തു വേണം എന്ന് നല്ല മനസ്സുള്ള ആൾക്കാർ ചിന്തിക്കും. ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് നമ്മളെ ട്രാപ്പ് ചെയ്യുന്ന പോയിന്റ് ഇത് തന്നെയാണ് എന്നുള്ളതാണ്. നമ്മളിത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അമിതമായിട്ടുള്ള മുഖസ്തുതിയോടുകൂടിയും അമിതമായിട്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സ്ഥാനങ്ങൾ, റോളുകൾ പെട്ടെന്ന് ചാടിക്കയറി നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നമ്മളിൽ അർപ്പിക്കുന്നതായിട്ടുള്ള, അസൈൻ ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികളെ ആദ്യം തന്നെ കണ്ണും പൂട്ടി വിശ്വസിക്കരുത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവൻ അല്ലെങ്കിൽ ഇവൾ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമ്മളുടെ ബ്രെയിനിന് അല്പം സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ സമയം നമ്മളുടെ മുന്നിൽ ക്ലാരിറ്റിയോടുകൂടി ഈ വ്യക്തികൾ എന്താണ് എന്നുള്ളത് വ്യക്തമാക്കി തരും എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഏതൊരു മനുഷ്യന്റെ ഉള്ളിലെ ആഗ്രഹം എന്ന് പറയുന്നത്, നീ നല്ലയാളല്ലേ എന്ന് നിന്നെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ തന്നെയാണ്. നീ നല്ല വ്യക്തിയാണ്, നിങ്ങൾ എത്ര സൗമ്യ സ്വഭാവമുള്ള വ്യക്തിയാണ്, നിങ്ങൾ എത്ര പാവമാണ്, നിങ്ങൾ എത്രമാത്രം ബുദ്ധിമാനാണ്, നിങ്ങൾക്ക് എന്തൊരു ജ്ഞാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകുന്ന ആളുകൾ നമ്മുടെ മുന്നിൽ വരുമ്പം, എന്നെ ഇത്ര നല്ല ഇമേജിലാണല്ലോ, ഒരു ദൈവത്തിനെ പോലെയാണല്ലോ ഈ വ്യക്തി കാണുന്നത് എന്നുള്ളത് ചിന്തിച്ചിട്ട് ആ ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ അയാളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്തുള്ള സംഭാഷണങ്ങളും ബന്ധങ്ങളും ഒക്കെ ഈ ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പം യഥാർത്ഥത്തിൽ എങ്ങനെയാണോ നമ്മൾ എന്നുള്ളതിനെ നമ്മൾ പോലും അറിയാതെ മറച്ചു വെക്കുകയാണ്. അപ്പോൾ ഈ ബന്ധത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പിന്നീട് വരുന്ന സമയത്ത് നമ്മളതൊക്കെ സഹിച്ചും പുറത്തും അനുഭവിച്ചും ജീവിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ റോൾ അസൈൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള മാനിപ്പുലേറ്റേഴ്സ് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു കാര്യമാണ്, നിങ്ങളത്ര നല്ല ആളാണല്ലോ എന്നുള്ള രീതിയിൽ ഒരു ഇമേജും കൂടെ ഈ റോളിൻ്റെ കൂടെ അസൈൻ ചെയ്ത് തരുന്നു എന്നുള്ളത്. ഫസ്റ്റ് റോൾ അസൈൻ ചെയ്ത് തന്നു, പിന്നീട് ആ റോളിന് ഒരു ക്യാരക്ടറിസ്റ്റിക് അസൈൻ ചെയ്ത് തരികയാണ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ഇത് സത്യമാണോ അല്ലയോ എന്നുള്ളത് നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള മാനിപ്പുലേറ്റേഴ്സ് അർജൻസി ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ചില സമയത്ത് ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയങ്ങളിൽ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണം, ചിന്തിക്കാനുള്ള സമയമില്ല, ഇപ്പം ചെയ്യണം, ഇപ്പം തീരുമാനം എടുക്കണം എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുമെന്നുള്ളതാണ്.
യഥാർത്ഥത്തിലുള്ള നല്ലൊരു ബന്ധത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു കാര്യവും നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഫോഴ്സ് ചെയ്യില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ല ബന്ധമാണെങ്കിലും മാനിപ്പുലേറ്റേഴ്സ് ആണോ എന്ന് സംശയം ഉണ്ടെങ്കിലും എന്തു തന്നെ ബന്ധമാണെങ്കിലും എടുത്തു ചാടി പ്രഷറിൻ്റെ പുറത്ത് ഡിസിഷൻ എടുക്കരുത് എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഫൈനലായിട്ടുള്ള ഡിസിഷനിലേക്കും ആക്ഷനിലേക്കും വരാനായിട്ട് പാടുള്ളൂ. അടുത്തതായിട്ട് ഇവർ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സ്ലോലി അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ നമ്മളെയും അവരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് അവരെ എന്നുള്ളൊരു സംഗതി നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് വെക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് തോന്നില്ല. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഈ പറയുന്ന ഒരു ഇമോഷണൽ കെണിയിലേക്ക്, ഈ ഒരു ട്രാപ്പിലേക്ക് നമ്മൾ പെട്ടുപോവുകയാണ്. അതുകൊണ്ട് ഇന്നലെ കണ്ട ഒരു വ്യക്തി അവരുടെ ലൈഫിലേക്ക് നമ്മളെ പെട്ടെന്ന് എസെൻഷ്യൽ ആക്കിയിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ കണക്കിലെടുത്തുകൊള്ളുക. ബന്ധങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ജീവിതത്തിൽ ഒരാളുടെ ജീവിതത്തിൽ മറ്റൊരാൾ പ്രാധാന്യമുള്ള എസെൻഷ്യൽ ആവുന്ന ഒരു അവസ്ഥയൊക്കെ സ്ലോലി ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. പെട്ടെന്ന് ഇത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. നമ്മുടെ ലൈഫിൽ നമ്മളെ വളരെ എസെൻഷ്യൽ ആയിട്ട് ഒരു വ്യക്തി കാണുന്നു, അങ്ങനെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ നമുക്ക് അവരുടെ ലൈഫിൽ നിന്ന് നമുക്ക് ഡിസ്റ്റൻസ് എടുക്കാൻ പറ്റില്ല. കാരണം ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കുറ്റബോധം ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇമോഷണൽ മാനിപ്പുലേറ്റേഴ്സ് ഇത് കൃത്യമായിട്ട് വിനിയോഗിക്കും, അറിഞ്ഞോ അറിയാതെയോ. അടുത്തതായിട്ട് ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് വേറെ ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങളെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കോമ്പറ്റീഷനിലേക്ക് എടുത്തിടാനായിട്ട് ശ്രമിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതം തന്നെ ഇവരുടെ മുന്നിൽ പ്രൂവ് ചെയ്യാനും മറ്റുള്ളവരോട് മത്സരിക്കുന്ന രീതിയിൽ മാറുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഫ്രസ്ട്രേഷൻ വരികയും നമ്മുടെ സ്വതസിദ്ധമായിട്ടുള്ള സ്വാഭാവിക അവസ്ഥയെ നമുക്ക് നഷ്ടമാവുകയും ചെയ്യുകയാണ്. നമ്മുടെ സ്വത്വത്തിനെ നമുക്ക് നഷ്ടമായിട്ട് ഇവർ നമ്മുടെ ഉള്ളിലേക്ക് കുത്തിവെച്ച ഒരു ഇമേജാണ് ഞാൻ എന്നുള്ള രീതിയിൽ ഞാൻ പ്രവർത്തിച്ച് മുന്നോട്ട് പോകും. എൻ്റെ ജീവിതവും അവരുടെ ജീവിതം പോലെ ഫേക്ക് ആയിട്ടുള്ള ഒരു പേഴ്സണയുടെ ഭാഗമായിട്ട് മാറുമെന്നുള്ളതാണ്. അതൊരുപക്ഷെ നമ്മൾ ഒരിക്കലും ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റിയിലേക്ക് നമ്മളെ തള്ളിവിടാൻ പോലും ഇവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. അന്ന് മുതൽ നമ്മൾ പോലും തിരിച്ചറിയാതെ നമ്മൾ ഇവരുടെയും മറ്റുള്ളവരുടെയും മുന്നിൽ പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു തുടങ്ങും. ആരെയൊക്കെയോ എന്തൊക്കെയോ ബോധിപ്പിക്കാനായിട്ടുള്ള ഒരു ജീവിതം പോലെ നമ്മുടെ ജീവിതം അവരുടെ ജീവിതം പോലെ തന്നെയായി മാറാനുള്ള സാധ്യതയും വളരെ അധികമാണ്. നമ്മൾ വിചാരിക്കും ശാരീരികമായിട്ടുള്ള പല വൈറസുകൾ അല്ലെങ്കിൽ രോഗാണുക്കളൊക്കെയാണ് പടരുന്നത് എന്ന്. മാനസികമായിട്ടുള്ള ഇത്തരത്തിലുള്ള വ്യക്തിത്വ പ്രശ്നങ്ങളും മറ്റൊരാളിൽ നിന്ന് നമ്മളിലേക്ക് അതുപോലെയോ അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള ഒരു എഫക്റ്റ് നമുക്ക് ഉണ്ടാക്കുമെന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് നമ്മൾ സൈക്കോളജിക്കലി എക്യുപ്ഡ് ആകേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇവർ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് നമ്മുടെ കൈൻഡ്നസ് അല്ലെങ്കിൽ ദയവ് എന്ന് പറയുന്നത്. ആദ്യം അവർ ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് നോക്കും, പിന്നീട് അതിൻ്റെ എക്സ്റ്റൻഷൻ വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. നമ്മുടെ ദയവ് എത്രമാത്രം ഉണ്ടോ അതിൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലകയിലേക്ക് ഇവർ നമ്മളെ എത്തിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതുവരെ പോകുന്നതിന് മുൻപ് നമ്മൾ കൃത്യമായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യുക, കൃത്യമായിട്ട് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള വഴികൾ ചിന്തിക്കുക എന്നുള്ളതാണ്. ഇനി അഥവാ നമ്മൾ മാറുകയാണെങ്കിൽ നമ്മളൊരു ബാഡ് പേഴ്സൺ ആയിട്ട് മാറും. നിങ്ങളുടെ പേഴ്സണാലിറ്റി മാറി കംപ്ലീറ്റ്ലി മാറിപ്പോയി, ഞാൻ വിചാരിച്ചതുപോലെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ മോശപ്പെട്ട ഒരാളാണ് എന്നുള്ള രീതിയിൽ ഇവർ ചിത്രീകരിക്കും. നീ ഇത്ര അത്യാഗ്രഹിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ നീ ഇത്ര ക്രൂരമായിട്ടുള്ള സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളുടെ മേൽക്ക് അവർ പ്രൊജക്ഷൻ നടത്തുമെന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്നിടത്തോളം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വലിച്ചെറിയുന്നതിന് മുൻപ് അവർ നമ്മളെ മോശമാക്കുകയാണ്. ദേ യൂസ്ഡ് ടു യൂസ് യു, നൗ ദേ ജഡ്ജ് യു. ഉപയോഗിക്കാവുന്നിടത്തോളം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ വിധി നടത്തിക്കൊണ്ട് നമ്മളെ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് വെടക്കാക്കി ആർക്കുമല്ലാതെ ആക്കി മാറ്റുകയാണ് നമ്മൾക്ക് പോലും. ഇങ്ങനെയാണ് നമ്മളെ പല ആളുകളും ഈ ഒരു പ്രോസസ്സിലൂടെ കൊണ്ടുവന്നിട്ട്, അത് പ്രണയബന്ധമായിരിക്കാം, അപ്പം നമ്മളതിനെ തേപ്പെന്ന് പറയും. അത് മറ്റെന്തെങ്കിലും രീതിയിലുള്ള ബന്ധങ്ങളായിരിക്കാം. ആ സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള മാനിപ്പുലേറ്റേഴ്സ് അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റിംഗ് ആണെന്നൊക്കെ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ മാനിപ്പുലേറ്റേഴ്സിൻ്റെ അവരറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നതായിട്ടുള്ളൊരു പ്രക്രിയയാണ്, ഒരു പ്രോസസ്സാണിത്. അവരുടെ തന്നെ പേഴ്സണാലിറ്റിയിലെ ഇൻസെക്യൂരിറ്റീസാണ് ഒരു പരിധി വരെ അവരെ ഇങ്ങനെ കൊണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ ഡാമേജ് ചെയ്ത ഒരാൾ നമ്മളെ കൂടുതൽ ഡാമേജ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് വേദനകളെ തരണം ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമുക്ക് വിജയകരമായിട്ട് നമ്മുടെ എനർജി കളയാതെ നമ്മുടെ എനർജീനെ നമ്മളെവിടെയാണ് കൊടുക്കേണ്ടത്? നമ്മുടെ കർമ്മത്തിലാണ് കൊടുക്കേണ്ടത്. നമ്മുടെ കർമ്മത്തിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാനീ പറഞ്ഞത് കുറച്ച് ചെറിയ കാര്യങ്ങളാണ്, ബട്ട് ഹൈ ഇമ്പാക്റ്റ് ഉള്ള സംഗതികളാണ്. നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിനെ ഹീല് ചെയ്യാനും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളിങ്ങനെ ആയി പോകാതിരിക്കാനും നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. സത്യം അതെപ്പോഴും മറന്നേക്ക് പുറത്തു വരുന്നത് കുറച്ച് ലേറ്റായിട്ടായിരിക്കും. പക്ഷെ നമ്മളതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. അസത്യത്തിൻ്റെ മുഖം വികൃതമായിരിക്കും അസത്യം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഞാൻ പറയുകയാണ്, സത്യം സുന്ദരമാണ്, മനോഹരമാണ്.
സത്യം ഏത് സമയത്തായാലും പുറത്തു വരും. സത്യം അതിൻ്റെ കൃത്യമായ സമയത്ത് പുറത്തു വരും നമുക്ക് പറയാം. ഇറ്റ് ഈസ് നോട്ട് ലേറ്റ് എന്ന് നമുക്ക് പറയാം. അപ്പം നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രപഞ്ചം നൽകിയിട്ടുള്ള ഈ ഒരു സന്ദേശം ഒരു വ്യക്തിക്കെങ്കിലും അയാളുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരാനായിട്ട് കാരണമാകുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യമെന്ന് വിശ്വസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് തുടരുവാൻ വേണ്ടി നിർത്തുകയാണ്. നമസ്തേ.